ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ 5 മത്സര ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 4ാം പോരാട്ടം ബോക്സിംഗ് ഡേയിൽ മെൽബണിലെ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അരങ്ങേറും. ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി 5 മത്സര ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ 3 മത്സരങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ 1-1 എന്ന സമനിലയിലാണ് നിൽക്കുന്നത്. പെർത്തിലെ ആദ്യ ടെസ്റ്റ് ഇന്ത്യ ജയിച്ചപ്പോൾ അഡ്ലൈഡിലെ പിങ്ക് ബോൾ ടെസ്റ്റിൽ ഓസ്ട്രേലിയ വെന്നിക്കൊടി പാറിച്ചു. ബ്രിസ്ബെയിനിൽ അരങ്ങേറിയ 3ാം ടെസ്റ്റ് മഴയെ തുടർന്ന് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതോടെ ആ മത്സരം സമനിലയിൽ കലാശിച്ചു. 4ഉം 5ഉം ടെസ്റ്റിനുള്ള ഓസ്ട്രേലിയൻ പ്ലേയിങ് 11 ഓസ്ട്രേലിയ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. ഏറ്റവും ശ്രദ്ധേയം നഥാൻ മക്സ്വീനിയെ പുറത്താക്കി 19-കാരനായ സാം കോൺസ്റ്റാസിനെ ഉൾപ്പെടുത്തിയതാണ്. ഇന്ത്യക്കെതിരായ ആദ്യ 3 ടെസ്റ്റിലും ഓപ്പണറായിരുന്നു നഥാൻ മക്സ്വീനി. എന്നാൽ കാര്യമായ പ്രകടനം കാഴ്ചവെക്കാനും ടീമിലെ സ്ഥാനം ഉറപ്പിക്കാനും മക്സ്വീനിക്ക് സാധിച്ചില്ല. ഡേവിഡ് വാർണർ ഒഴിച്ചിട്ട ഓപ്പണർ സ്ഥാനത്തിനു വേണ്ടി ഉചിതമായ താരത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഓസ്ട്രേലിയ. 19-കാരനായ സാം ചില്ലറക്കാരനല്ലെന്നതാണ് അദ്ദേഹത്തിന്റെ മുൻകാല പ്രകടനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് മെൽബണിൽ ഡിസംബർ 26-ന് ആരംഭിക്കുന്ന ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇന്ത്യ ഈ 19-കാരനെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ചുരുക്കം. നഥാൻ മക്സ്വീനി ഇന്ത്യക്കെതിരെ തികഞ്ഞ പരാജയമായതാണ് സാമിനെ ടീമിൽ ഉൾപ്പെടുത്താൻ ഓസ്ട്രേലിയയെ നിർബന്ധമാക്കിയത്. അതിവേഗത്തിൽ സ്കോറിംഗ് നടത്തുക എന്നതാണ് സാമിന്റെ തന്ത്രം. എന്നുവെച്ചാൽ എല്ലാ പന്തിനെയും ആക്രമിക്കുന്ന രീതിയുമില്ല. മോശം പന്തുകളിൽ നിന്ന് പരമാവധി റൺസ് എന്നതാണ് സാമിന്റെ തന്ത്രം. അവസാനം കളിച്ച 3 മത്സരങ്ങൾക്കിടയിൽ 3 പ്രാവശ്യവും 50-ൽ കൂടുതൽ സ്കോർ കോൺസ്റ്റാസ് സ്വന്തമാക്കി എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയം 3 50-ൽ കൂടുതൽ സ്കോറുകളും 3 ഫോമാറ്റുകളിലായിരുന്നു എന്നതാണ്. പിങ്ക് ബോൾ ടെസ്റ്റിന് മുന്നോടിയായി ഇന്ത്യയുടെ പരിശീലന മത്സരത്തിൽ സാം ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് 11 വേണ്ടി ഇറങ്ങിയ സാം കോൺസ്റ്റാസ് സെഞ്ചുറി സ്വന്തമാക്കുകയും ചെയ്തു. തുടർന്ന് ന്യൂ സൗത്ത് വെയിൽസിന് എതിരെ വെസ്റ്റേൺ ഓസ്ട്രേലിയ ടീമിന് വേണ്ടി 88 റൺസ് നേടി. ഏറ്റവും ഒടുവിൽ ബിഗ് ബാഷ് ലീഗിൽ സിഡ്നി തണ്ടേഴ്സിന് വേണ്ടി അർദ്ധ സെഞ്ചുറിയും നേടി. BBLൽ സാം കോൺസ്റ്റാസിന്റെ അരങ്ങേറ്റ മത്സരമായിരുന്നു ഇത് എന്നതും ശ്രദ്ധേയമാണ്. പിങ്ക് ബോൾ സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ ബൗളർമാരിൽ മിക്കവരെയും നേരിട്ട പരിചയം സാമിനുണ്ട്. ജസ്പ്രീത് ബുംറ മാത്രമായിരുന്നു പരിശീലന മത്സരത്തിൽ കളിക്കാതിരുന്നത്. ബാക്കിയുള്ള ഇന്ത്യൻ ബൗളർമാരെ നേരിട്ടായിരുന്നു കോൺസ്റ്റാസിന്റെ സെഞ്ചുറി നേട്ടം. സ്കോറിംഗിൽ മെല്ലെ പോക്ക് നയം ഇല്ലെന്നതാണ് സാമിന്റെ മറ്റൊരു പ്രത്യേകത.